no gold is not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ടാക്സിലെ തേർഡ് ഹെഡായ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ് പഠിക്കാനുള്ളത്. അതിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് പഠിക്കാം. എങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൽ ഏതൊക്കെ ഇൻകം എക്സ്പെൻസസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ടേം പറയുന്നത് ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ ഓർ എനി വെഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. ഇപ്പം ഏതായി കഴിഞ്ഞാലും ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, ഇതാണ് നമുക്ക് ബിസിനസ് എന്ന് പറയുന്നത്. ഫോർ ടാക്സ് പേർപ്പസ് ബിസിനസ് ഇൻക്ലൂഡ്സ് എനി വെഞ്ചർ വിത്ത് ദ എയിം ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഏത് വെഞ്ചറിനെ നമുക്ക് ബിസിനസ് എന്ന് പറയാം. ഇനി പ്രൊഫഷൻ മീൻസ് those activities for which specialized knowledge and intellectual or manual skills are required. Specialized knowledge വേണ്ട അല്ലെങ്കിൽ manual or intellectual skills വേണ്ട എല്ലാത്തിനെയും നമുക്ക് പ്രൊഫഷൻ എന്ന് പറയാം. എക്സാമ്പിൾ വർക്ക് ഓഫ് ഡോക്ടർ, ലോയർ, ആർക്കിടെക്ട് എക്സെട്ര. ഇനി നെക്സ്റ്റ് ഒരു ടേം വരുന്ന വൊക്കേഷൻ ആണ്. വൊക്കേഷൻ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് പെർഫോം ടു ഏൺ ലൈവ്ലിഹുഡ് ലൈക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് വെഞ്ചർ. ലൈവ്ലിഹുഡിന് വേണ്ടി വരുന്നതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് വെഞ്ചർ, ഡാൻസിങ്, മ്യൂസിക് വിച്ച് ഡു നോട്ട് റിക്വയർ പ്രൊഫഷണൽ. പ്രൊഫഷണൽ അല്ലാതെ നമ്മൾ ജസ്റ്റ് ലൈവ്ലിഹുഡിന് വേണ്ടി ചെയ്യുന്ന ഡാൻസിങ്, മ്യൂസിക്, എന്തെങ്കിലും വെഞ്ചേഴ്സ്, ഇതിനൊക്കെ നമുക്ക് വൊക്കേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ബിസിനസ് ഓഫ് പ്രൊഫഷന്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ട പ്രോഫിറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടഡ് അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് അക്കൗണ്ടിംഗ് റെഗുലർലി എംപ്ലോയിഡ് ബൈ ദ SSC. നോർമലി നമ്മൾ പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ ആ ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ അതും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ്, എക്സ്പെൻസസ് ആൻഡ് ലോസസ് വിച്ച് ആർ ആക്ച്വലി ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് ദ SSC ആർ അലൗഡ് ടു ഡിഡക്ട് ഫ്രം ദ ഇൻകം. ആക്ച്വലി നമ്മുടെ ബിസിനസ്സിനകത്ത് ഏതൊക്കെയാണ് ബിസിനസ് പർപ്പസിന് വേണ്ടി ഇൻകർ ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസസും ലോസസും. ദ എക്സ്പെൻസ് ഓഫ് വൺ ബിസിനസ് കനോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം അനദർ ബിസിനസ്. ഒരു ബിസിനസ്സിൽ നിന്ന് ഉള്ള ലോസസ് വേറൊരു ബിസിനസ്സിലേക്ക് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസസ് വേറൊരു ബിസിനസ്സിലേക്ക് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. The losses incidental to the business are allowed to deduct. അതുപോലെ ബിസിനസിന്റെ ലോസസ് നമുക്ക് മൈനസ് ചെയ്യാം. Expenses which are not specifically mentioned in the act can be deducted on the basis of commercial principles if they are not personal or capital nature. നമുക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൽ സ്പെസിഫിക്കലി പറയാത്ത എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസിൻ്റെ അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണൽ ഓർ ക്യാപിറ്റൽ നേച്ചർ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പേഴ്സണൽ എക്സ്പെൻസ് അല്ല, അതുപോലെ അസറ്റ് എക്വയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്ന ക്യാപിറ്റൽ നേച്ചറിലെ എക്സ്പെൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്റ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു നമുക്ക് എക്സ്പെൻസസ് മൈനസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ. അതിൽ ഫുള്ളി അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ഫുള്ളി അലൗഡ് ടു ബി ഡിഡക്റ്റഡ് അണ്ടർ സെക്ഷൻ 36. സെക്ഷൻ 36 അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ വരുന്ന കുറച്ച് എക്സ്പെൻസസ്: ജനറൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, പിന്നെ പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ഹെൽത്തിന്റെ മേലെ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം, പിന്നെ കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസി നമ്മൾ നോർമലി എടുക്കുന്നത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെങ്കിൽ ആ എംപ്ലോയി ഇല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും ലോസസ് വരുവാണെങ്കിൽ അവരുടെ ബേസിൽ എടുക്കുന്നതാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. അതും നമുക്ക് മൈനസ് ചെയ്യാം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്. അത് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് നമുക്ക് എടുക്കില്ല. ബാക്കി വരുന്ന എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് എടുക്കില്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, അതൊക്കെ നമുക്ക് മൈനസ് ചെയ്യാം. പേയ്മെന്റ് ഓഫ് ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ബോണസ്, കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് അലൗഡ് ആണ്. പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റലിന്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ്, ലോണിന്റെ മേലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ആക്ച്വൽ ബാഡ് ഡെപ്സ്, അതുപോലെ ബാഡ് ഡെപ്സ് നമുക്ക് മൈനസ് ചെയ്യാം. പ്രൊവിഷൻ മൈനസ് ചെയ്യാൻ പറ്റില്ല, നോട്ട് പ്രൊവിഷൻ. Deduction in 5 years installment of expenditure on development of family planning among employees. ഫാമിലി പ്ലാനിങ് എംപ്ലോയീസിന് ഫാമിലി പ്ലാനിങ്ങിന്റെ മേലിൽ അതിന്റെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 5 year ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മൈനസ് ചെയ്യാം. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ 10,000 വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും 2,000 വെച്ചിട്ട് നമുക്ക് 5 yearsലേക്ക് മൈനസ് ചെയ്ത് തീർക്കാം. ഒറ്റ അടിക്ക് അത് മൈനസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്, ഇൻകം ടാക്സിന്റെ പ്രൊസീഡിങ്സിൽ വന്ന എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ
Banking cash transaction tax, security transaction tax, commodity transaction tax. ഇങ്ങനെയുള്ള transaction taxes തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. 36 നോക്കി സെക്ഷൻ 36 അതിന് സെക്ഷൻ 37 കുറച്ച് എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വരുന്ന എന്റർടൈൻമെന്റ് അലവൻസ്, പിന്നെ ജനറൽ എക്സ്പെൻസസ് ഇൻ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ബിസിനസ്. നമുക്ക് ജനറൽ എക്സ്പെൻസ് വേണ്ടി തരാറുണ്ട് ആ എമൗണ്ട് ഓഫ് സെയിൽസ് ടാക്സ് പെയ്ഡ്. സെയിൽസ് ടാക്സ് നമുക്ക് ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, അപ്പോൾ സെയിൽസ് ടാക്സ് നമുക്ക് ബിസിനസ് നെസസറി ആണ്, അത് നമുക്ക് അലൗഡ് ആണ്. കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റിന് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് എത്രയാണോ. ലീഗൽ എക്സ്പെൻസ്, നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ലീഗൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത്. പ്രൊഫഷണൽ ടാക്സ് ലെവീഡ് ബൈ ആക്ച്വൽ ലോക്കൽ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ അത്. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ്, അണ്ടർ എക്സ്പെൻസ്, മിസ്ലേനിയസ് എക്സ്പെൻസ്, ജനറൽ ചാർജസ്, ഡിസ്കൗണ്ട് ആൻഡ് കമ്മീഷൻ. എസ്റ്റാബ്ലിഷ്മെന്റ് ഇതൊക്കെ ഇങ്ങനെ തന്നെ വരും നമുക്ക് പോസ്റ്റിൽ. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ്, അണ്ടർ എക്സ്പെൻസ്, മിസ്ലേനിയസ് എക്സ്പെൻസ്, ജനറൽ ചാർജസ്, ഡിസ്കൗണ്ട്, കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് അലൗഡ് ആണ്. ഇനി നെക്സ്റ്റ് കുറച്ച് ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ഉണ്ട് വിച്ച് ആർ ടു ബി അലൗഡ് ഓൺലി ഇഫ് ആക്ച്വലി പെയ്ഡ് അണ്ടർ സെക്ഷൻ 43B. 43Bയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി പേ ചെയ്താൽ മാത്രം അലൗ ചെയ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ആണ്. നോർമലി നമ്മൾ അക്രൂവൽ ബേസിസിൽ മൈനസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ആക്ച്വലി പേ ചെയ്താൽ മാത്രം മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണെന്ന് നോക്കാം. പേയ്മെന്റ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, ലാൻഡ് റവന്യൂ, ലോക്കൽ ടാക്സസ്. പിന്നെ വരുന്നത് എനി സം പേയബിൾ ആസ് ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസിന്റെ ബോണസും കമ്മീഷനും. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എക്സെട്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ അലൗഡ് ആണ്, പക്ഷെ ആക്ച്വൽ പേ ചെയ്താൽ മാത്രമേ അലൗഡ് ആവുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം എ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക് അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന എന്തെങ്കിലും ലോണിന്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ്. എനി സം പേയബിൾ ഇൻ ഡ്യൂ ഓഫ് ഏൺഡ് ലീവിൽ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ഉണ്ടല്ലോ, അപ്പം അതിൽ പേയ്മെന്റ് വരുവാണെങ്കിൽ അത് ഓൺലി ഇഫ് ആക്ച്വലി പെയ്ഡ്, അപ്പം മാത്രമേ നമുക്ക് അലൗ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് എക്സ്പെൻസസ് പറയുന്നത് എക്സ്പെൻസസ് എക്സ്പ്രസ്ലി ഡിസലൗഡ്, നമുക്ക് അലൗഡ് അല്ലാത്ത കുറച്ച് എക്സ്പെൻസസ് ആണ്. അതിലൊന്ന് അഡ്വർടൈസ്മെന്റ് ഇൻ എനി പബ്ലിക്കേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എന്തെങ്കിലും പബ്ലിക്കേഷൻ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മൈനസ് ചെയ്യാൻ ഇൻകം ടാക്സ് പർപ്പസിൽ ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. പേയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഓഫ് എനി ഇൻട്രസ്റ്റ് ഓർ ഫീസ് വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, നമ്മൾ TDS മൈനസ് ചെയ്യാതെ എന്തെങ്കിലും ഒരു പേയ്മെന്റ് നടത്തുവാണ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക്, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. പേയ്മെന്റ് ടു റെസിഡൻസ് എനി ഇൻട്രസ്റ്റ് കമ്മീഷൻ എക്സെട്ര ഓൺ വിച്ച് ടാക്സ് ഈസ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് ബട്ട് നോട്ട് ഡൺ. അതേപോലെ തന്നെ റെസിഡൻസിന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ മാത്രമല്ല, പേയ്മെന്റ് ടു റെസിഡൻസ് എനി ഇൻട്രസ്റ്റ് കമ്മീഷൻ എക്സെട്ര ഫോർ വിച്ച് TDS ഈസ് നോട്ട് ഡിഡക്റ്റഡ്. നെക്സ്റ്റ് ടാക്സ് ഓൺ പ്രോഫിറ്റ്സ് ഓൺ ഗെയിൻസിന്റെ മേലെ വരുന്ന എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അത്. പിന്നെ വെൽത്ത് ടാക്സ്, അതേപോലെ ടാക്സ് ഓൺ പെർക്വിസിസ് ഓഫ് എംപ്ലോയീസ് വിച്ച് ഇസ് എക്സംപ്റ്റ്, അതേപോലെ പെർക്വിസിസിന്റെ മേലെ വരുന്ന എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ, എക്സംപ്റ്റഡ് ആയ പെർക്വിസിസിന്റെ മേലെ വരുന്ന എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എക്സ്പ്രസ്ലി ഡിസലൗഡ് ആണ്. ഇനി കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്, അത് എല്ലാ ബിസിനസ്സിൽ നോർമലി ക്ലെയിം ചെയ്യുന്നതാണ്, പക്ഷേ ഇൻകം ടാക്സ് പർപ്പസിന് അത് അലൗഡ് അല്ല. അങ്ങനെ വരുന്ന കുറച്ച് എക്സ്പെൻസസ് നോക്കാം. ഓൾ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്, നമ്മുടെ ബിസിനസ്സിൽ എന്തായാലും നമ്മൾ പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യും, റിസർവും ക്രിയേറ്റ് ചെയ്യും, പ്രോഫിറ്റ് ലോസുകൾ കാണിക്കുകയും ചെയ്യും അല്ലേ, പക്ഷെ അത് നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് അലൗഡ് അല്ല. നെക്സ്റ്റ് ഓൾ ടാക്സസ് എക്സെപ്റ്റ് സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സും എക്സൈസ് ഡ്യൂട്ടി അല്ലാത്ത വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അലൗഡ് അല്ല. റെന്റ് പെയ്ഡ് ടു സെൽഫ്, നമ്മൾ സെൽഫായിട്ട് പേ ചെയ്യുന്ന റെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ തന്നെ ബിൽഡിങ്ങിൽ ബിസിനസ് നടത്തി നമുക്ക് തന്നെ കൊടുക്കുവാണ് റെന്റ്, അങ്ങനെയാണെങ്കിൽ അത് അലൗഡ് അല്ല. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് പാർട്ട്നേഴ്സ് ഓർ അസസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ പറഞ്ഞ എംപ്ലോയീസിൻ്റെത് അലൗഡ് ആണ്. ഇനി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിരിക്കുകയാണ്, അത് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ മേലെ, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അസസിയുടെ മേലെ എടുത്തിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതായത് പേഴ്സണൽ എക്സ്പെൻസ് ആണ് അല്ലേ, അപ്പോൾ അത് ബിസിനസ്സിൽ അലൗഡ് അല്ല. കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, ചാരിറ്റീസ് ആൻഡ് ഡൊണേഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ചാരിറ്റീസിലുള്ള കോൺട്രിബ്യൂഷൻ, എന്തെങ്കിലും ഡൊണേഷൻസ്, അതൊന്നും അലൗഡ് അല്ല. ഓൾ ക്യാപിറ്റൽ എക്സ്പെൻസ് എക്സെപ്റ്റ് എക്സ്പെൻസ് ഓൺ സയന്റിഫിക് റിസർച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻസ്, ഇപ്പം മെഷീനറി പർച്ചേസ് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്ന
ക്യാപിറ്റൽ എക്സ്പെൻസസ് വരുവാണെങ്കിൽ അത് അലൗഡ് അല്ല. ഓൾ ക്യാപിറ്റൽ ലോസസ്, അതുപോലെ ക്യാപിറ്റൽ ലോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അതൊന്നും അലൗഡ് അല്ല. പിന്നെ പേഴ്സണൽ എക്സ്പെൻസസ് ആയിട്ട് എന്തെങ്കിലും വരുവാണ്, SSCയുടെ പേഴ്സണലി വരുന്ന എന്തെങ്കിലും ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും അലൗഡ് അല്ല. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എക്സെട്ര. അതേപോലെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓണർക്ക് മീൻസ് പാർട്ട്നേഴ്സിന് പേ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് അലൗഡ് അല്ല. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പാർട്ട്നേഴ്സിന് എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് അല്ല. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു URPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും അലൗഡ് അല്ല. അപ്പോൾ ഇത്രയും നമുക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അലൗഡ് അല്ല. ഇത് മാത്രമല്ല കുറച്ച് എക്സ്പെൻസസ് കൂടിയുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് എക്സസീവ് ഓർ അൺറീസണബിൾ പേയ്മെന്റ്സ്. എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ട്, അത് എക്സസീവ് ആണ് അല്ലെങ്കിൽ അൺറീസണബിൾ, നമുക്കത് റീസണബിൾ ആയിട്ട് തോന്നില്ലെങ്കിൽ അത് നമുക്ക് അലൗ ചെയ്യാൻ പറ്റില്ല. പേയ്മെന്റ് ഇൻ ക്യാഷ് എക്സീഡിങ് ₹10,000 ഇൻ ക്യാഷ്. അപ്പോൾ 10,000 മേലെ എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്കത് ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്ക് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് പേയ്മെന്റ് ഡിജിറ്റൽ ട്രാൻസ്ഫർ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് ക്യാഷിൽ നടക്കുകയാണെങ്കിൽ 10,000 മേലെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറയുകയാണെങ്കിൽ ആ 10,000 മേലെയുള്ള എമൗണ്ട് എല്ലാ ടാക്സബിൾ നോട്ട് അലൗഡ് ആവുന്നത്, പക്ഷെ ഫുൾ എമൗണ്ട് ഇപ്പം 11,000 ഒരു പേയ്മെന്റ് നമ്മൾ ക്യാഷിൽ നടത്തുവാണെങ്കിൽ 11,000 കംപ്ലീറ്റ്ലി നോട്ട് അലൗഡ് ആവും. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ടു എനി അൺഅപ്രൂവ്ഡ് ഫണ്ട് ബൈ എംപ്ലോയർ എന്തെങ്കിലും അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുവാണെങ്കിൽ അത്. കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് വെൽഫെയർ ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുവാണെങ്കിൽ അത്. ഇത്രയും നമ്മൾ ബിസിനസ്സിൽ നോർമലി എഴുതിയിട്ടുണ്ടാകും, പക്ഷെ എന്നാലും നമുക്ക് അലൗഡ് അല്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ ബിസിനസ് നടക്കാതിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ അത് അലൗഡ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞില്ലേ റിസർവ്സ്, പ്രൊവിഷൻസ്, ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചില്ലെങ്കിലും ബിസിനസ് നടക്കാതെയൊന്നുമില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലൗഡ് അല്ല. അതേപോലെ തന്നെ നമുക്ക് അതിൽ വരുന്ന കുറേ എക്സ്പെൻസസ് നമുക്ക് അതില്ലെങ്കിലും നമുക്ക് നടക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡൊണേഷൻ, ചാരിറ്റി, അതൊന്നും നമുക്ക് ബിസിനസ് നെസസറി അല്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലോജിക്കലി നോക്കേണ്ടത് നെസസറി ആണോ, ഇതില്ലെങ്കിൽ ബിസിനസ് നടക്കാത്ത സിറ്റുവേഷൻ വരുമോ, ബിസിനസ്സിൽ നോർമലി ആവശ്യമുള്ള കാര്യമാണോ, അത് മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സിൽ തേർഡ് ഹെഡായ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ എക്സ്പെൻസസിൻ്റെ കാര്യമാണ് നോക്കിയത്. എക്സ്പെൻസസ് ആക്ച്വലി അലൗഡ് ആയത് എന്തൊക്കെയാണ്, നോട്ട് അലൗഡ് ആയത് എന്തൊക്കെയാണ്, സെക്ഷൻ 36, സെക്ഷൻ 37, സെക്ഷൻ 43B ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഇതിൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടാകും. അതിൽ പ്രോഫിറ്റ് നമ്മൾ എടുക്കുക, പ്രോഫിറ്റ് നോട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് അലൗഡ് ആയതും നോട്ട് അലൗഡ് ആയതും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബിസിനസ്സിൻ്റെ തന്നിട്ടുണ്ടാകും. അപ്പോൾ അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.